ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബോട്ടിൽ കലണ്ടർ ചെയ്ത് നോക്കിയാലോ. അതും ഒരു വിൻറ്റേജ് സ്റ്റൈൽ ബോട്ടിൽ കലണ്ടർ. വിൻറ്റേജ് സ്റ്റൈൽ എന്ന് പറയുമ്പം ഒരു പഴമയെ തോന്നിക്കുന്ന ആ ഒരു സ്റ്റൈലിനാണ്. നമ്മൾ പേപ്പേഴ്സും ബുക്സൊക്കെ കുറേ എടുത്തു വെക്കുമ്പം ഒരു പഴയ പോലെ ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റൈൽ കിട്ടുന്നതിനാണ് വിൻറ്റേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്രിലിക് പെയിൻറ്റും ഒന്നും ആവശ്യമില്ല. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കോഫി പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് കോഫി പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ബോട്ടിൽ കലണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കലണ്ടർ ഇവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ A4 ഷീറ്റിൽ പേപ്പറിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ആ സെയിം ഒരു പ്രിൻറ്റിങ് മതി. 2-3 എക്സ്ട്രാ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കീറിപ്പോവുക അല്ലെങ്കിൽ ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു 1-2 പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ മന്തും ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കണം. അത് കത്രിക ഒന്നും യൂസ് ചെയ്യേണ്ട, കൈകൊണ്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് കീറിയെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇറഗുലറായിട്ടൊക്കെ കീറിയെടുത്താൽ മതി. പക്ഷേ കീറി കഴിഞ്ഞാൽ അതിൽ ഡേറ്റും മന്തും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ 12 മാസം കീറിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു A4 ഷീറ്റ് പേപ്പർ ഇതുപോലെ കുറച്ച് പീസസ് ഇതുപോലെ ഒന്ന് നമ്മൾ കീറിയെടുക്കുക. പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് സാധാരണത്തെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇടുക. സാധാരണത്തെ കോഫി പൗഡറാണിത്, അല്ലാതെ അങ്ങനെ തരിയില്ലാത്ത കോഫി പൗഡർ വേണമെന്നൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പേപ്പേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കുക. നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പേഴ്സും അതുപോലെ A4 ഷീറ്റ് കീറി വെച്ചിട്ടുള്ള അതും എല്ലാം നമ്മളതിൽ ഒന്ന് കുതിർത്ത് വെക്കുക. ഒരു കുറച്ച് സമയം നമ്മളങ്ങനെ വെക്കുക, അതിൻ്റെ ആ ഒരു കളർ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഏകദേശം അതിൽ കളറൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മളത് ഓരോന്നായിട്ട് എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റിൽ എന്തിലെങ്കിലും വെക്കുക. എന്നിട്ട് ഇത് നമ്മളൊന്ന് വെയിലത്ത് ഉണക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ എടുക്കുക. എന്നിട്ട് ഓരോ പേപ്പേഴ്സും എടുത്തിട്ട് അതിൻ്റെ മേലെ ആ കോഫി പൗഡറൊക്കെ ഉണ്ടാവില്ല, നമ്മൾ തരിയൊക്കെ ഉള്ള സാധാരണ കോഫി പൗഡറല്ല യൂസ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ മേലെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ടില്ലേ, നല്ല പേപ്പറും നമ്മൾ ഈ ചെയ്തെടുത്ത പേപ്പറും കൂടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഓരോ പേപ്പേഴ്സ് നല്ല ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിലായിട്ടുണ്ട് കളറൊക്കെ. അപ്പോൾ അതിന് സൈഡിലൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കീറിയെടുത്തതല്ലേ, അപ്പോൾ അതിനൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്യാൻഡിലെടുത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അവിടെ കത്തിക്കുക. എന്നിട്ട് നമ്മൾ നേരെ ആ കത്തിച്ചതൊന്ന് തട്ടിക്കളഞ്ഞാൽ മതി. കൈ പൊള്ളൊന്നുമില്ല, ചെറുതായിട്ടൊരു ചൂടുണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഒരു ബോർഡർ കൊടുക്കണം. ഫുള്ളായിട്ട് ചെയ്തെടുത്താൽ മതി. ഡേറ്റ് ഒന്നും കത്തിപ്പോവാതെ നോക്കണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൈ ചൂടായി പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കത്തിച്ചതിന് ശേഷം ഒരു തുണിയിലൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പം കൈയൊന്നും ചൂടാവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കീറി എടുത്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊരു ബോട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലിൽ നന്നായിട്ട് ഫെവിക്കോൾ തേക്കുക. ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ തേക്കുക. പിന്നെ നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒരു ബേസായിട്ട് നമ്മൾ ഒട്ടിക്കാന്നേ ഉള്ളൂ. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കലണ്ടറിൻ്റെ ഈ പേപ്പേഴ്സൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, ടിഷ്യൂ പേപ്പറോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഞാനപ്പോൾ ടിഷ്യൂ പേപ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഇതുപോലെ പശ തേച്ചിട്ട് ഫുള്ളായിട്ട് ആ പേപ്പർ ചുറ്റിയെടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ മേലേക്കൊന്ന് കുറച്ച് ചുറ്റിയെടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ആ ഫെവിക്കോൾ തേക്കുക. അപ്പോൾ ശരിക്കും ഒന്ന് ഒട്ടിപ്പിടിക്കുമല്ലോ. ഏതെങ്കിലും ഭാഗത്ത് ഒട്ടാത്തുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതിലുള്ള ഓരോ പേപ്പേഴ്സ് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം ഞാൻ ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗമാണ് ഫുള്ളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ A4 ഷീറ്റ് പേപ്പറിൽ കീറിയെടുത്തപ്പം ഒരു സൈഡ് നല്ല കറക്റ്റ് ആയിട്ടുള്ളതാണല്ലോ, ആ സൈഡ് വെച്ചിട്ട് നമ്മൾ ആ ബോട്ടിലിനെ ചുറ്റും ചെയ്യാം. അങ്ങനെ ആകുമ്പം ഒരു നല്ലൊരു ഓർഡറായിട്ട് വൃത്തിയിൽ കിട്ടുമല്ലോ സൈഡ്. അപ്പോൾ അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് താഴെ ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ താഴെയുള്ള ബോർഡർ ഏകദേശം ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ ഈ ഓരോ മാസങ്ങൾ ഒട്ടിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഈ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പശ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഓരോ മാസങ്ങളും നമ്മൾ കറക്റ്റ് നമ്മളുടെ ആ ഒരു ഇഷ്ടമുള്ള എങ്ങനെ ഓർഡറാണോ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. കാരണം അത്ര നൈസായിട്ടുള്ള പേപ്പേഴ്സ് ഒന്നും അല്ലല്ലോ, നല്ല കട്ടിയുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. നമ്മളപ്പോൾ 12 മാസങ്ങൾ ഇതുപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഭാഗം ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ന്യൂസ് പേപ്പറൊക്കെ കാണുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ A4 ഷീറ്റ് പേപ്പറിൽ കുറച്ച് കീറിയിട്ട് ഇതുപോലെ നമ്മൾ കോഫി പൗഡറൊക്കെ ഇട്ട് ചെയ്ത് വെച്ചില്ലേ, ആ പേപ്പേഴ്സ് നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ അതിൻ്റെ ഡേറ്റും ഒന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഓൾമോസ്റ്റ് നമുക്ക് ആവുന്ന രീതിയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കുപ്പിയുടെ മേലെ ഭാഗവും നമ്മൾ ആ ഇയറിൻ്റെ ആ ഒരു കട്ടിങ്ങും അതുപോലെ ബാക്കി ഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു പീസസ് ഇല്ലേ, അതും ഇതുപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ മാക്സിമം ഒന്ന് കവർ ചെയ്യാം. ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ആ ഒരു വിൻറ്റേജ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫെവിക്കോളിൻ്റെ ആ ഒരു മിക്സ്ചർ ഫുള്ളായിട്ട് മേലെ ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്യാം. കാരണം ഏതെങ്കിലും ഭാഗത്ത് ഒട്ടാത്തതുണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ലാമിനേഷൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ചീത്തയാവില്ലല്ലോ. ആ ഒരു ഫുള്ളായിട്ട് കോട്ടിങ് ഉണ്ടായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു കവർ ചെയ്ത പോലെ ഉണ്ടാവും. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെയിലത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല ആ ഒരു വിൻറ്റേജ് സ്റ്റൈൽ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു കോട്ട് വാർണിഷ് അടിക്കുക. ഈ ഒരു ടിന്നിന് ഒരു 74 ആണ് റേറ്റ്. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. നമ്മൾ എന്ത് ക്രാഫ്റ്റിനായാലും ഇതുപോലെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ എടുക്കാം, ഇങ്ങനെ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വാർണിഷ് നമ്മൾ ഒരു കോട്ട് ഫുള്ളായിട്ട് ഈ ബോട്ടിൽ ചെയ്തെടുക്കുകയാണ്. വാർണിഷ് അടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഇപ്പം നമ്മളുടെ ആ ഒരു വിൻറ്റേജ് സ്റ്റൈൽ കലണ്ടർ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേലുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഇല്ല കുപ്പിയുടെ അവിടെ ഞാൻ സാറ്റിൻ റിബൺ വെച്ചിട്ട് ചുറ്റിയെടുത്തതാണ്. നിങ്ങൾ സാറ്റിൻ റിബണോ അല്ലെങ്കിൽ സാക്കിൻ്റെ ത്രെഡോ വൂളൻ ത്രെഡോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ആ മേലുള്ള ആ ഭാഗത്ത് നമ്മൾ എന്തായാലും പേപ്പേഴ്സ് ഒന്ന് ഒട്ടിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനെ അവിടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ബോട്ടിൽ കലണ്ടർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ചെന്നിട്ട് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ.